5 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തീ പൂർണ്ണമായി കെടുത്താൻ കഴിഞ്ഞു എന്ന ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഏതാണ്ട് പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറി കേൾക്കുന്നത്. ഈ പ്രദേശം, ഈ ബോട്ടുകൾ ഇപ്പോൾ ഈ നങ്കൂരമിട്ടിരിക്കുന്ന പ്രദേശം തൊട്ടടുത്ത് വീടുകളാണ്. ആ വീട്ടിലുള്ള ആളുകളാണ് ഈ പൊട്ടിത്തെറി കേട്ട് എഴുന്നേൽക്കുന്നത്. വലിയ ആശങ്കയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒപ്പം മത്സ്യത്തൊഴിലാളികളും ഈ ഒപ്പം കൂട്ടമായി കെട്ടിയിരുന്ന ബോട്ടുകൾ അഴിച്ചുവിട്ടതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒഴിവാക്കിയത്. കാരണം വലിയൊരു അപകടമായി ഇത് മാറിയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 9 ബോട്ടുകളാണ് പൂർണ്ണമായി കത്തി നശിച്ചത്. നിലവിൽ ഇപ്പോൾ ഇവിടെ കത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികളുടെയും ഒപ്പം നീണ്ടകര സ്വദേശിയുടെയും ബോട്ടുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. 2 മണിയായപ്പോഴും ഗ്യാസ് പൊട്ടിത്തെറിച്ച് സൗണ്ട് കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ബോട്ടിൽ തീ പടർന്നു പിടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓടി ചെന്ന് ആ പാലത്തിൽ കൂടെ കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസ് വീണ്ടും പൊട്ടിത്തെറിച്ച്. അപ്പോൾ തിരിച്ചിറങ്ങി വന്ന് പിന്നെ എല്ലാവരും വിളിച്ച് വരുത്തി. ഫയർഫോഴ്സ് ഫസ്റ്റ് വിളിച്ച്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നത് ഇവിടെയാണ്. കാരണം മറ്റു വള്ളങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ നടന്നത്. ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് മറ്റൊരു വള്ളത്തിലേക്ക് വീഴുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ വന്നു. അപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് മാറും എന്ന് തിരിച്ചറിഞ്ഞ് ആദ്യം പ്രവർത്തിച്ചത് അവർ തന്നെയാണ്. ഡീസൽ ടാങ്കല്ലേ ഇതിനകത്ത്? ഡീസൽ, വയറ്, ഗ്യാസ്, ഇത് 3 ഡേഞ്ചറാണ്. വെള്ളം അഴിച്ചുവിട്ടത് ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ്. ഞാൻ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ബോട്ട് തല്ലി പൊട്ടിച്ചാണ് 8 ബോട്ട് രക്ഷപ്പെടുത്തിയത്. എല്ലാം ഒന്നിച്ച് കെട്ടിയിരുന്നതാണ്. എവിടെ നിന്നുള്ള വള്ളങ്ങളാണ് ഇതെല്ലാം നമ്മളെ തിരുവനന്തപുരം മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെയാണ്. ഈ പ്രദേശത്തുള്ളവരല്ല. അതുകൊണ്ട് ആരും ആളഭയം ഉണ്ടായില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി ആയത് എങ്ങനെ ഈ വള്ളത്തിലേക്ക് ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് വരാനാകെ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് ഒരു സ്വകാര്യ വഴി മാത്രമാണ്. നല്ല വഴി, കൃത്യമായൊരു വഴി ഇങ്ങോട്ടേക്ക് എത്താൻ ഇല്ലായിരുന്നു. ആ ബുദ്ധിമുട്ട് അഗ്നിരക്ഷാസേന അനുഭവിച്ചു. ആഴ്ചകൾക്കിടയിൽ ഇത് 2ാമത്തെ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഐസ് പ്ലാന്റിനടുത്താണ് 2 വള്ളങ്ങൾ ഇത്തരത്തിൽ തീ പിടിച്ച് നശിച്ചത്. അപ്പോൾ ആശങ്കയേറുകയാണ്, എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന സംശയം ഉണ്ടാകുന്നു. ഒപ്പം ബോട്ടുടമ പൊഴിയൂർ സ്വദേശിയായ ആന്റണി നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. എല്ലാം നഷ്ടമായി എന്ന് പറയുമ്പോഴും ഇങ്ങനൊരു അപകടം ഉണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ടാകണം. രാത്രി 12 അത്ര തണുത്ത സമയത്ത് ഇങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. നമ്മളൊരു തീക്കുച്ച് പറഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ ഒന്നും കത്തത്തില്ല. എന്തെങ്കിലും വലിയ രീതിയിലൊരു തോത് തീ കത്തിയാൽ മാത്രമേ ഈ വലകൾ നനഞ്ഞിരിക്കുന്ന സാധനം പെട്ടെന്ന് കത്തണമെങ്കിൽ അത്രയും വേണമല്ലോ. അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ഇത് സംശയം ചെറുതല്ല, അത് അങ്ങനെയാണ്. ആരെയും നമുക്ക് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്വേഷണം വേണം. അന്വേഷിക്കാതിരുന്ന ഇതെങ്ങനെ ശരിയാണ്. വലയെല്ലാം നശിച്ചല്ലേ ജീവിതം എല്ലാം പോയി. കളക്ടറിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. കളക്ടർ പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് സമഗ്രമായ അന്വേഷണം ഉണ്ടാകും, അപകടങ്ങൾ ആവർത്തിക്കുന്നത് അത് ഒഴിവാക്കാൻ പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ആലോചിക്കുന്നുണ്ട്, പരിശോധനയും ശക്തമാക്കുമെന്ന് പറയുന്നുണ്ട്. അത് അന്വേഷണം എന്തായാലും നടത്തുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് DDM ഉണ്ട് ഇവിടെ. അപ്പം അതിന്റെ കണക്കുകൾ എടുക്കും. അതിന്റെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണമുണ്ട്. അല്ല, ഇനിയൊരു നിരീക്ഷണം നടത്തേണ്ടി വരും. ഇനി അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടി വേണം എന്ന അഭ്യർത്ഥനയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.